മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളിതാ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. ഒത്തിരിയേറെ പ്രതിസന്ധികളെ സൂര്യപ്രകാശത്തിൽ മഞ്ഞുതുള്ളി ഉരുക്കിക്കളയുന്നത് പോലെ ഇത്രയേറെ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സങ്കടം എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, അവിടെ കർത്താവ് വന്ന് ഇടപെടുന്ന അനുഭവം ഉണ്ടാകും. ഇന്നേ ദിവസം യേശുവിന് സംസാരിക്കാനുള്ളത് വചനത്തിലൂടെയാണ് അവിടുന്ന് സംസാരിക്കുന്നത്. ഈശോയാണ് സംസാരിക്കുന്നത്. കേൾക്കുക, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവാക്യം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുന്ന ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. അപ്പം എന്താ നമ്മൾ സഹിക്കുന്നവരോട് കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടില്ലേ? ഒന്ന് പറയുന്നത്, ക്ഷമയോടെ സഹിക്കുന്നവർക്ക് അവരാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ദുഃഖങ്ങൾ, രോഗങ്ങൾ, പീഡകളൊക്കെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരായിത്തീരും. പീഡകളെ ക്ഷമയോടെ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. മാത്രമല്ല, ജീവൻ്റെ കിരീടം നമുക്ക് തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, ക്ഷമിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, രോഗങ്ങളെ സ്വീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ, സഹനങ്ങളെ ഇരുകരങ്ങളിൽ നീട്ടി സ്വീകരിച്ച യേശുവിൻ്റെ, ക്രൂശിതനായ യേശുവിൻ്റെ, കുരിശ് ചുമന്നു നിൽക്കുന്ന യേശുവിൻ്റെ രൂപം കണ്ടാൽ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും രോഗങ്ങളെ സ്വീകരിക്കാനും സാധിക്കും. മകളെ, ചെറിയ ചെറിയ പരീക്ഷകളിലൂടെ നമ്മളിലെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ പരീക്ഷകളിൽ സ്തോത്രഗീതം ആലപിക്കാൻ ഒലിവ് മലയിലേക്ക് പോയ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.